ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജമീമ റോഡ്രിഗസിന്റെ പ്രാർത്ഥന കേട്ട ദൈവം എന്തുകൊണ്ട് ഓസ്ട്രേലിയൻ താരങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല? വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിലെ അവിശ്വസനീയമായ വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്യാമ്പിലെ ആനന്ദത്തിനും നന്ദി പ്രകടനങ്ങൾക്കും നാം സാക്ഷിയായി. ജമീമ റോഡ്രിഗസിനെ പോലുള്ള താരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിയ കൈകൾ അവരുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. എന്നാൽ ഈ ഭക്തിനിർഭരമായ കാഴ്ചകൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ട ഒരു ചോദ്യമാണിത്. വിജയിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെങ്കിൽ പരാജയപ്പെട്ട ഓസ്ട്രേലിയൻ ടീമിൻ്റെ പ്രാർത്ഥനകൾക്ക് എന്ത് സംഭവിച്ചു? ദൈവം പക്ഷം പിടിക്കുകയാണ്. ഇതൊരു ഉപരിപ്ലവമായ ചോദ്യമല്ല. ദൈവത്തെയും പ്രാർത്ഥനയെയും കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന ധാരണകളിലെ അവ്യക്തതയിൽ നിന്ന് സംഭവിക്കുന്നതാണ്. ഈ സംശയം ദൂരീകരിക്കുവാൻ നാം ആദ്യം ദൈവപരിപാലന, മനുഷ്യന്റെ ഇച്ഛാശക്തി എന്നീ രണ്ട് ആശയങ്ങളെ ശരിയായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥന എന്നത് ഒരു വിലപേശലല്ല. പലപ്പോഴും നാം പ്രാർത്ഥനയെ ഒരു കച്ചവടമായി തെറ്റിദ്ധരിക്കാറുണ്ട്. കൂടുതൽ ഭക്തിയോടെ കൂടുതൽ തവണ പ്രാർത്ഥിക്കുന്നയാൾക്ക് അനുകൂലമായ ഫലം നൽകുന്ന ഒരു വെൽഡിംഗ് മെഷീനായി നാം ദൈവത്തെ സങ്കല്പിക്കുന്നു. ഈ ചിന്താഗതി പ്രകാരം ക്രിക്കറ്റ് മത്സരം എന്നത് സ്വർഗത്തിൽ നടക്കുന്ന മറ്റൊരു മത്സരമാണ്. അവിടെ ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും പ്രാർത്ഥനാ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. കൂടുതൽ ശക്തമായ പ്രാർത്ഥന ജയിക്കുന്നു. എന്നാൽ ഈ ധാരണ തികച്ചും ബാലിശവും അക്രൈസ്തവുമാണ്. ദൈവം ഒരു പ്രത്യേക രാജ്യത്തിൻ്റെയോ ടീമിൻ്റെയോ പക്ഷം ചേരുന്ന ആളല്ല. അവിടുന്ന് എല്ലാവരുടെയും പിതാവാണ്. ജമീമ റോഡ്രിഗസിനോടുള്ള അതേ സ്നേഹം അവിടത്തേക്ക് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനോടുമുണ്ട് എന്നുള്ളതാണ്. ഒരു കായിക മത്സരത്തിൻ്റെ ലൗകികമായ ഫലത്തേക്കാൾ അതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ആത്മീയവും നിത്യവുമായ നന്മയിലാണ് ദൈവികതം കേന്ദ്രീകരിക്കുന്നത്. ഇതാണ് ദൈവപരിപാലനയുടെ കാതൽ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അനുസരിച്ച് ദൈവം തന്റെ സൃഷ്ടിയെ അതിൻ്റെ ആത്യന്തിക പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പദ്ധതികളെയാണ് ദൈവപരിപാലന എന്ന് വിളിക്കുന്നത്. ഇവിടെ നയിക്കുക എന്ന വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നിർബന്ധിക്കുക എന്നല്ല. ദൈവം ഈ പ്രപഞ്ചത്തെയും അതിലെ സകല ശാസ്ത്ര നിയമങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. ഈ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അവിടുന്ന് തൻ്റെ സൃഷ്ടികൾക്ക്, വിശേഷാൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. ആ കളിക്കളം, കളിക്കാരുടെ ശ്വാസം, അവരുടെ പേശികളിലെ ഊർജം, പന്തിൻ്റെ ചലനം സാധ്യമാക്കുന്ന ഭൗതിക നിയമങ്ങൾ, ഇതെല്ലാം ദൈവിക പരിപാലനയുടെ ഭാഗമാണ്. അവിടുന്ന് ആ വേദി ഒരുക്കി അതിനെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. ദൈവപരിപാലന സാക്ഷാത്കരിക്കണമെങ്കിൽ മനുഷ്യന്റെ സഹകരണം ആവശ്യമാണ്. ഇവിടെയാണ് മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛാശക്തി പ്രസക്തമാകുന്നത്. ദൈവം എല്ലാറ്റിൻ്റെയും ആദ്യ കാരണം ആണെങ്കിലും മനുഷ്യർ തങ്ങളുടെ പ്രവൃത്തികളുടെ യഥാർത്ഥ ദ്വിതീയ കാരണങ്ങൾ ആയിരിക്കണമെന്ന് അവിടുന്ന് നിശ്ചയിച്ചു. അതായത് സെമി ഫൈനലിലെ വിജയം ദൈവം നേരിട്ടിടപെട്ട് പന്തിന്റെ ഗതി മാറ്റിയത് കൊണ്ടല്ല സംഭവിച്ചത്. മറിച്ച് ജമീമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടീം തങ്ങൾക്ക് സ്വതന്ത്രമായ ഇച്ഛാശക്തി ഉപയോഗിച്ച് കഠിനാധ്വാനം, പരിശീലനം, സമ്മർദ്ദഘട്ടത്തിലെ ശരിയായ തീരുമാനങ്ങൾ എന്നിവയിലൂടെ കളിക്കളത്തിൽ പ്രകടിപ്പിച്ചതുകൊണ്ടാണ്. അതേസമയം ഓസ്ട്രേലിയൻ താരങ്ങൾ വരുത്തിയ പിഴവുകളും അവരുടെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. ക്ഷീണം, സമ്മർദ്ദം, ശ്രദ്ധക്കുറവ് എന്നിവയെല്ലാം മനുഷ്യ സഹജമാണ്. ഇവയൊന്നും ദൈവം മനഃപൂർവ്വം സമ്മാനിക്കുന്നതല്ല. മറിച്ച് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി സംഭവിക്കുവാൻ അവിടുന്ന് അനുവദിക്കുന്നവയാണ്. അപ്പോൾ പിന്നെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? കളിയുടെ ഫലം നിർണ്ണയിക്കുന്നത് കളിക്കാരുടെ പ്രകടനമാണെങ്കിൽ പിന്നെ എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ ഉദ്ദേശം ദൈവത്തിന്റെ മനസ്സ് മാറ്റി ഒരു പ്രത്യേക ഫലം നേടിയെടുക്കലല്ല, നമ്മുടെ മനസ്സിനെ ദൈവഹിതവുമായി ചേർത്ത് നിർത്തലാണത്. ജയിപ്പിക്കണമേ എന്നതിലുപരി കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കുവാനുള്ള കരുത്തും സമ്മർദ്ദത്തിൽ പതറാതിരിക്കുവാനുള്ള മനക്കരുത്തും നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്ക് ലഭിച്ച അവസരങ്ങൾക്കും
എല്ലാറ്റിനും ഉപരിയായി നമുക്ക് നൽകപ്പെട്ട കഴിവുകൾക്കും നാം ദൈവത്തിന് നന്ദി പറയുന്നു. ജമീമയുടെ പ്രാർത്ഥന ആ നന്ദിയുടെ പ്രകടനമായിരുന്നു എന്നുള്ളതാണ്. തുടക്കത്തിലെ ചോദ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവം ഓസ്ട്രേലിയൻ താരങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലേ? തീർച്ചയായും ദൈവം കേട്ടു. ഇന്ത്യൻ താരങ്ങൾക്ക് നൽകിയ അതേ കൃപയും ശക്തിയും അവിടുന്ന് ഓസ്ട്രേലിയൻ താരങ്ങൾക്കും നൽകി. സ്വതന്ത്രമായ ഇച്ഛാശക്തികളുടെ ഏറ്റുമുട്ടലായ ആ മത്സരത്തിൽ അവിടുത്തെ പരിപാലനയിൽ നടന്ന കളിയിൽ അന്ന് ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം മികച്ചതായി ഭവിച്ചു എന്നുള്ളതാണ്. ദൈവം പക്ഷം പിടിച്ചതല്ല, ഓസ്ട്രേലിയൻ താരങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാഞ്ഞതുമല്ല. അവിടുന്ന് സ്നേഹത്തോടെ ആ മത്സരം വീക്ഷിക്കുകയായിരുന്നു. കളിക്കളത്തിലെ ഒരേ പ്രയത്നത്തിലും ഓരോ തുള്ളി വിയർപ്പിലും, വിജയത്തിലെ ആഹ്ലാദ കണ്ണീരിലും പരാജയത്തിലെ നിരാശയിലും ദൈവിക പരിപാലനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വിജയം ജമീമയെ വിനയാന്വിതയാക്കിയെങ്കിൽ പരാജയം ഓസ്ട്രേലിയൻ താരങ്ങളെ അടുത്ത തവണ കൂടുതൽ പരിശ്രമിക്കുവാൻ പ്രേരിപ്പിക്കുമെങ്കിൽ അവിടെയാണ് ദൈവികതം പൂർത്തിയാകുന്നത്. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.